പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 25 ഓഫ് അവർ ജേർണി. ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ജീസസ് ക്ലെൻസസ് എ ലെപ്പർ. ഒരിക്കലൊരു കുട്ടി തൻ്റെ വസ്ത്രത്തിലെ കറ കളയാൻ കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. എത്ര ഉരസിയിട്ടും അത് പോകുന്നില്ല. അപ്പോൾ അവൻ്റെ അപ്പം വന്ന് ആ കുട്ടിയെ തടഞ്ഞു നിർത്തി പറഞ്ഞു, നീ വെറുതെ ഉരസേണ്ട, ആ കറ കഴുകിക്കളയാൻ പറ്റിയ ലായനി എൻ്റെ കയ്യിലുണ്ട്, നീ അത് എനിക്ക് തന്നാൽ മതി. പലപ്പോഴും നമ്മുടെ പാപങ്ങളും സങ്കടങ്ങളും സ്വയം മാറ്റാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. എന്നാൽ അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവിടുന്ന് അത് നിഷ്പ്രയാസം മാറ്റും. സ്റ്റോപ്പ് സ്ട്രഗ്ലിംഗ് അലോൺ. Give it to the one who can fix it. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് ഒരു പ്രധാന കാര്യം പഠിക്കാം. ദൈവത്തിൻ്റെ സ്പർശനത്തിന് വലിയ ശക്തിയുണ്ട്. ദ പവർ ഓഫ് ഹിസ് ടച്ച്. കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു ചോദിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അക്കാലത്ത് കുഷ്ഠരോഗി ആരും തൊടില്ലായിരുന്നു. പക്ഷേ യേശു കൈനീട്ടി അവനെ തൊട്ടു. നിയമത്തെക്കാൾ ഉപരി കരുണയ്ക്കാണ് യേശു പ്രാധാന്യം നൽകിയത്. അവിടുത്തെ ഒരു സ്പർശനം ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ മാറ്റി നിർത്തപ്പെട്ടവരായി നമുക്ക് തോന്നാറുണ്ടോ? ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ഓർക്കുക, യേശു നമ്മെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നമ്മളും യേശുവിനെ പോലെ മറ്റുള്ളവരൊന്ന് തൊടാൻ തയ്യാറാകണം. കൈകൾ കൊണ്ടല്ല, സ്നേഹം നിറഞ്ഞ വാക്കുകൾ കൊണ്ട്. ആരും തിരിഞ്ഞു നോക്കാത്ത ഒരാൾക്ക് ഇന്ന് ഒരു വിളിയിലൂടെയോ മെസ്സേജിലൂടെയോ ആശ്വാസം നൽകാം. ജീസസ് ടച്ച്ഡ് ദി അൺടച്ചബിൾ. ടുഡേ യൂസ് യുവർ വേഴ്സ് ടു ഹീൽ സമ്മൺ ഹു ഹീൽസ് ലോൺലി or rejected. യേശുവിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ല. His touch restores what the world rejects. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.